ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ കാണുന്നത് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ട്രിവാൻഡ്രം. നമ്മുടെ പോർട്ട് മുതൽ NH66 വരെ ലിങ്ക് ചെയ്യുന്ന ലിങ്ക് റോഡിൻ്റെ ഡീറ്റെയിൽ അപ്ഡേഷനാണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് പോകാം വീഡിയോയിലേക്ക്. ഫ്രണ്ട്സ്, നമ്മുടെ മുന്നിൽ കാണുന്ന ലിങ്ക് റോഡ് നമ്മുടെ പോർട്ട് മുതൽ NH66 വരെ 1700 മീറ്റർ നീളമാണുള്ളത്. നമ്മുടെ വീഡിയോ കാണുന്ന പലർക്കും അറിയാവുന്നതാണ്. കാരണം ഇത് 16ാമത്തെ അപ്ഡേഷനാണ്. 16 വീഡിയോയും നമ്മുടെ പ്ലേലിസ്റ്റിലുണ്ട്. അതുമാത്രമല്ല, നമ്മുടെ മുന്നിൽ കാണുന്ന വലിയ ബിൽഡിംഗ് ആവട്ടെ കസ്റ്റംസ് ഓഫീസാണ്. അതായത് ഗേറ്റ് വേ തുറക്കുന്നതിനാവശ്യമായിട്ടുള്ള എല്ലാ വർക്കുകളും വളരെ ഫാസ്റ്റായിട്ട് നടക്കുന്നു. അതിനുത്തമ ഉദാഹരണമാണ് കസ്റ്റംസ് ഓഫീസിൻ്റെ വർക്കുകൾ പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ആയി കഴിഞ്ഞതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. നമുക്കിനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ലിങ്ക് റോഡിൻ്റെ വർക്കുകളാണ് അറിയേണ്ടത്. 2 ആഴ്ചയായിട്ട് നമ്മൾ അപ്ഡേഷൻ എടുക്കാൻ നമുക്ക് പോർട്ടിൽ വരാനായി സാധിച്ചില്ല തീർച്ചയായിട്ടും. അതിനാൽ വ്യത്യാസം നമുക്ക്, അതായത് ഓരോ ആഴ്ചയാണ് നമ്മൾ അപ്ഡേഷൻ ചെയ്യാറുള്ളത്. പക്ഷേ ഇന്ന് 2 ആഴ്ച ആയതിനാൽ ആ വർക്കിൻ്റെ വ്യത്യാസം തീർച്ചയായിട്ടും മനസ്സിലാക്കാനായി സാധിക്കും. ഇതുവരെ ഇട്ട 16 അപ്ഡേഷനും അല്ലെങ്കിൽ 15ഓളം അപ്ഡേഷനിലും തീർച്ചയായിട്ടും വർക്കുകൾ ഫാസ്റ്റായിട്ട് നടക്കുന്നത് ഒരിടത്തും ഒരു ലാഗും ഉള്ളതായിട്ട് നമുക്ക് കാണാനായി സാധിച്ചില്ല. ഇന്നും തീർച്ചയായിട്ടും എത്രത്തോളമാണ് വർക്ക് കംപ്ലീറ്റ് ആയെന്ന് ഈ വീഡിയോ നിന്നും കണ്ട് മനസ്സിലാക്കാനായി സാധിക്കും. ആരും സ്കിപ്പ് ചെയ്ത് പോകരുത്. കാരണം ഡീറ്റെയിൽ അപ്ഡേഷനാണ് നോക്കുന്നത്. നമ്മൾ പോർട്ടിൻ്റെ മെയിൻ ഗേറ്റിൽ വരുന്ന റോഡ് ഒരു മെയിൻ റോഡിലെത്തുന്നു. ഈ റോഡാവട്ടെ കോവളം, വിഴിഞ്ഞം, മുക്കോല വഴി നമ്മുടെ പോർട്ടിൻ്റെ മുന്നിലൂടെ പൂവാറിലേക്ക് പോകുന്ന റോഡാണ് നമുക്കിവിടെ കാണാനായി സാധിക്കുന്നത്. നമ്മൾ വന്ന വഴി നമുക്ക് കാണാൻ സാധിക്കും. വിശാലമായ റോഡാണ്, നമുക്ക് 4 വരി പാതയാണ് കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ സൈഡിലായിട്ട് കസ്റ്റംസ് ഓഫീസുമുണ്ട്. ഇനി നമുക്ക് മുന്നോട്ട് പോകാം. അതുമാത്രമല്ല, പലപ്പോഴായിട്ട് നമ്മൾ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഹൈമാസ് ലൈറ്റും അവിടെ തന്നെയുണ്ട്. ആ വർക്കുകളെല്ലാം പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് കഴിഞ്ഞിരിക്കുന്നു. അതുമാത്രമല്ല, ആ റോഡിൻ്റെ ലൈനിങ്ങിൻ്റെ വർക്കുകളും പൂർത്തിയായി കഴിഞ്ഞു എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാനായി സാധിക്കുന്നത്. നമുക്കിനി കുറച്ച് മുന്നോട്ട് പോകാം. കാരണം കുറച്ച് തിരക്കുള്ള റോഡാണ്. ഈ റോഡ് മുറിച്ചപ്പുറത്ത് കടന്നതിന് ശേഷമാണ് നമുക്ക് ഈ സൈഡിലൂടെ ഒരു ബൈ റോഡുണ്ട്. നമുക്ക് ആ ബൈ റോഡിൻ്റെ വർക്കുകൾ നേരത്തെ തന്നെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞതാണ്. എങ്കിലും നമുക്ക് ആ സൈഡിലൂടെ നോക്കാം പൂർണ്ണമായിട്ടും. കാരണം 2 ആഴ്ചയ്ക്ക് ശേഷം എന്താണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് പൂർണ്ണമായിട്ടും. അതായത് ജനങ്ങൾക്കെന്ന് പറഞ്ഞാൽ സൈഡിൽ ധാരാളം വീടുള്ളതിനാൽ ഈ ബൈ റോഡ് വഴിയാണ് ധാരാളം വാഹനങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ റോഡ് പൂർണ്ണമായിട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ ഒരു ഡ്രെയിനേജിൻ്റെ വർക്കും ഉണ്ടായിരുന്നു, അത് പൂർണ്ണമായിട്ടും കഴിഞ്ഞ് ഇൻ്റർലോക്ക് ഇട്ട് കഴിഞ്ഞിരിക്കുന്നു. അതുമാത്രമല്ല, ലൈനിങ്ങിൻ്റെ വർക്കുകളും പൂർണ്ണമായിട്ട് കഴിഞ്ഞതാണ് നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കുക. ഡ്രെയിനേജിൻ്റെ വർക്കിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ അപ്ഡേഷൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആ വർക്ക് നടന്ന സ്ഥലം പോലും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ പെർഫെക്റ്റ് ആയിട്ടാണ് ആ വർക്കുകളും കംപ്ലീറ്റ് ആയി കഴിഞ്ഞത്. ഇനി നമുക്ക് മുന്നോട്ട് പോകുമ്പോഴേ എത്രത്തോളമാണ് വർക്ക് കംപ്ലീറ്റ് ആയെന്ന് അറിയാൻ സാധിക്കുള്ളൂ. നമ്മുടെ പോർട്ടും STS ക്രെയിനും നമുക്ക് വളരെ ദൂരെയായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. നമുക്കിനി മുന്നോട്ട് പോകാം. മുന്നോട്ട് പോയി കഴിയുമ്പോൾ നമുക്ക് എത്രത്തോളമാണ് ആ വർക്കുകൾ നടക്കുന്നത് 2 ആഴ്ചത്തെ അപ്ഡേഷനാണ് നമുക്ക് നോക്കാനുള്ളത്. ഇതാ സൈൻ ബോർഡുകൾ കാണാൻ സാധിക്കും. നാഷണൽ ഹൈവേ 1.2 കിലോമീറ്റർ എന്ന് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഈ ഭാഗത്തുനിന്നും 1200 മീറ്റർ, നമ്മൾ ഈ പോർട്ടിൻ്റെ മെയിൻ ഗേറ്റിൻ്റെ അവിടെ നിന്നാണെങ്കിൽ റിമൈനിങ് ഉള്ള 500 മീറ്റർ, അങ്ങനെ ടോട്ടൽ 1700 മീറ്റർ ആണുള്ളത്. അതുമാത്രമല്ല, വളരെ സന്തോഷമുള്ള ബോർഡ്സുകളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. കണ്ടെയ്നർ ടെർമിനൽ എന്നൊരു ബോർഡും നമുക്ക് ഇവിടെ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ആരോ മാർക്ക് ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ലിങ്ക് റോഡിൻ്റെ മുന്നിലായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതും നമ്മളൊന്ന് നോട്ടീസ് ചെയ്യുന്നു. കാരണം കഴിഞ്ഞ വീഡിയോയിൽ അത് നമുക്ക് കാണാൻ സാധിച്ചില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, 2 ആഴ്ചത്തെ ഒരു അപ്ഡേഷൻ ഉണ്ട്. ആ അപ്ഡേഷനാണ് നമ്മൾ പൂർണ്ണമായിട്ടും ഇന്ന് നോക്കാൻ പോകുന്നത്. നമുക്ക് മുന്നോട്ട് പോകാം. ഈ ഭാഗമെല്ലാം പൂർണ്ണമായിട്ടും ഇൻ്റർലോക്ക് ഇട്ട് കംപ്ലീറ്റ് ചെയ്തതാണ്. അതുമാത്രമല്ല, ഹെവി എക്സ്കവേറ്ററും ലോറിയും നമുക്കിവിടെ കാണാൻ സാധിക്കും. കാരണം ഇത് പോർട്ടിലേക്ക് ഒന്ന് ഹെവി എക്യുപ്മെൻറ്റ്സുമായിട്ടും ലോറികൾ കാണും. അതുമാത്രമല്ല, നമ്മുടെ ഡ്രഡ്ജ് ചെയ്ത മണൽ നമ്മുടെ ഈ പറയുന്ന സൈറ്റിലേക്ക് എത്തിക്കുന്ന ലോറികളുമുണ്ട്. നമുക്ക് മുന്നോട്ട് പോകാം. ഈ ഭാഗത്തെല്ലാം സ്ട്രീറ്റ് ലൈൻ്റെ വർക്കുകൾ നേരത്തെ തന്നെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞതാണ്. ഇൻ്റർലോക്കിൻ്റെ വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ നമുക്ക് ഈ സൈഡിൽ വരുന്ന വ്യത്യാസം, ഓരോ ഡിഫറൻസ് ആണ് നമ്മൾ എടുത്തു കാണിക്കുന്നത്. കാരണം എന്താണ് വർക്കിൽ പുതുതായിട്ട് ആരംഭിച്ച വർക്കുകൾ എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഭാഗത്ത് ധാരാളം മെറ്റലും ഈ പറയുന്ന ഡ്രഡ്ജ് ചെയ്ത മണലും ചെമ്മണ്ണും മിക്സും അതെല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതോടൊപ്പം ഒരു ഹെവി എക്സ്കവേറ്റർ നമുക്ക് ഈ പറയുന്ന ഇവിടെ കാണാൻ സാധിക്കും. ഇൻസ്പെക്ഷൻ ടീമുകളെല്ലാം
വണ്ടിയിൽ വരുന്നുണ്ട്. കാരണം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ നമ്മുടെ വർക്ക് നടക്കുന്നതെല്ലാം ഇൻസ്പെക്ഷൻ്റെ ഭാഗമായിട്ട് തന്നെ വളരെ ഫാസ്റ്റായിട്ടാണ് എല്ലാ വർക്കും കോർഡിനേറ്റ് ചെയ്യുന്നത്. അത് അദാൻ്റെ സൈഡിൽ നിന്നാലും സബ് കോൺട്രാക്ടർ വർക്കിൻ്റെ സൈഡിൽ നിന്നാലും വളരെ ഫാസ്റ്റായിട്ടാണ് എല്ലാ വർക്കും നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കിനി ഇവിടെ ഇറങ്ങിയിട്ട് ഈ സൈഡിലൂടെ നോക്കാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മുന്നിൽ കാണുന്ന ലിങ്ക് റോഡിൻ്റെ സൈഡിലൊരു ബൈ റോഡ് പോലെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഫീച്ചറിൽ ബൈ റോഡ് പോലെ ആകുമായിരിക്കും. അതിൻ്റെ വർക്കുകളും ഇപ്പോൾ ഇവിടെ സ്റ്റാർട്ടായി കഴിഞ്ഞിരിക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഓരോ വർക്കും വളരെ ഫാസ്റ്റായിട്ട് തന്നെയാണ് നീങ്ങുന്നത്. ലിങ്ക് റോഡിൻ്റെ സൈഡിലൂടെയുള്ള ബൈ റോഡാണെന്ന് തോന്നുന്നു. ഇപ്പോൾ നമുക്ക് ആ ലിങ്ക് റോഡ് പൂർണ്ണമായിട്ടും കാണാൻ സാധിക്കുന്നുണ്ടോ? ഇതിനോട് ചേർന്നിട്ടാണ് ഈ പറയുന്ന ബൈ റോഡിൻ്റെ വർക്കുകളാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം തൊട്ടപ്പുറത്ത് നമ്മൾ ഒരു ബൈ റോഡ് ഓൾറെഡി ചെറിയ ബൈ റോഡുണ്ട്. പക്ഷേ ഇവിടെയും കണ്ടോ, റോഡിൻ്റെ ഇരുവശത്തായിട്ട് ബൈ റോഡാണെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ലിങ്ക് റോഡിൽ കൂടി കണ്ടെയ്നർ ലോറികൾ മാത്രമായിരിക്കും കടന്നു പോകുന്നത്. അതിനാവശ്യമായിട്ടുള്ള മെറ്റലാണ് അല്ലെങ്കിൽ ഈ പറയുന്ന റോക്ക് മിക്സാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഒരു ഹെവി എക്സ്കവേറ്ററും നമ്മുടെ മുന്നിലായിട്ട് കാണാനായി സാധിക്കും. നമുക്കിനി ഈ സൈഡിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ക്രാഷ് ബാരർ കാണാൻ സാധിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഡബിൾ സ്റ്റീൽ ക്രാഷ് ബാറാണ് ഇവിടെ ഉള്ളത്. അതിൻ്റെ വർക്കുകളെല്ലാം പൂർണ്ണമായിട്ടും എന്നാലും നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ നമുക്കത് തീർച്ചയായിട്ടും ഇതിലൂടെ കാണാൻ സാധിക്കും. പെൻഡിങ് എന്ന് പറയാൻ പറ്റില്ല, വളരെ ചെറിയ വർക്കുകളാണ് നിലവിൽ ഈ ഭാഗത്തുള്ളത്. ഏകദേശം 99% വർക്കുകൾ ഈ ഭാഗത്തെല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്കുകൾ വരെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞിരിക്കുന്നു. സൈഡിലൂടെയുള്ള ഈ പറയുന്ന ബൈ റോഡിൻ്റെ വർക്കാണെന്ന് തോന്നുന്നു അവിടെ നടക്കുന്നത്. നമുക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആ ഡീറ്റെയിൽ അപ്ഡേഷൻ അറിയാം. നമ്മൾ നേരത്തെ കണ്ടപ്പോൾ ഏകദേശം ഒരു 1100 മീറ്ററോളം 99 അല്ലെങ്കിൽ 95% വെളിയിൽ വർക്കുകൾ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്ന് നമ്മൾ സാറ്റലൈറ്റ് വ്യൂ ആയ സെന്റിനൽ ഹബിൽ നിന്നുള്ള മെഷർമെൻറ്റിൽ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അതുകൊണ്ട് ഈ ഭാഗത്തെല്ലാം വർക്കുകളെല്ലാം നേരത്തെ തന്നെ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു ഇവിടെയാണ് നമ്മുടെ ഈ പറയുന്ന പോർട്ടിൽ നിന്ന് വരുമ്പോൾ ഫസ്റ്റ് ബ്രിഡ്ജ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നമ്മൾ ഈ 1700 മീറ്ററിൽ 2 ബ്രിഡ്ജാണ് നിലവിലുള്ളത്. അതിൻ്റെ ഫസ്റ്റ് ബ്രിഡ്ജ് നമുക്കിവിടെ കാണാൻ സാധിക്കും. സൈഡിൽ ഒരു അമ്പലവുമുണ്ട്. നമ്മളെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് എല്ലാവർക്കും ഈ 2 ബ്രിഡ്ജും ഡീറ്റെയിൽ ആയിട്ട് അറിയാവുന്നതാണ്. ഈ പോർട്ടിൽ നിന്ന് വരുമ്പോഴുള്ള ആദ്യ ബ്രിഡ്ജ് വരെയുള്ള, അതായത് ആദ്യ ബ്രിഡ്ജ് എൻഡ് പോർഷൻ വരെ, ആദ്യ ബ്രിഡ്ജിൻ്റെ എൻഡ് പോർഷൻ വരെ പൂർണ്ണമായിട്ടും വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്ന് നമുക്ക് കണ്ട് മനസ്സിലാക്കാനായി സാധിക്കും. അതുമാത്രമല്ല, കേബിളിൻ്റെ വർക്കുകളും പൂർണ്ണമായിട്ട് കഴിഞ്ഞു. സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്കും ഈ ഭാഗത്തെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ എൻഡ് പോർഷൻ എന്ന് പറയുന്നത് നമ്മുടെ മുന്നിൽ കാണാൻ സാധിക്കും. ഈ പോർഷനാണ്. ഇവിടെ നിന്നാണ് ഇനി വർക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. ആ വർക്കെല്ലാം വളരെ ഫാസ്റ്റായിട്ടാണ് നടക്കുന്നത് എന്ന് ഞാനും നിങ്ങളെപ്പോലെ ക്യൂരിയോസിറ്റിയോടെ നോക്കുന്നതാണ്. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. ഇനി ഞാൻ ഈ പറഞ്ഞ 1100 മീറ്റർ എന്ന് പറയുന്നത് നമ്മൾ നിൽക്കുന്ന ഈ ഭാഗം വരെയാണ്. ഈ ഭാഗം എന്ന് പറയുമ്പോൾ നമുക്ക് ബാക്കിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പോർട്ട് മുതൽ അതായത് നമ്മുടെ ഫസ്റ്റ് ബ്രിഡ്ജ്, പോർട്ടിൽ നിന്ന് വരുമ്പോൾ ആ ഫസ്റ്റ് ബ്രിഡ്ജ് വരെ ഞാൻ നിൽക്കുന്ന ഈ ഭാഗം വരെയാണ് 1100 മീറ്റർ ഉള്ളത്. ടോട്ടൽ 1700 മീറ്ററിൽ 1100 മീറ്ററാണ് ഞാൻ നിൽക്കുന്ന ഈ ഭാഗം. ഇവിടെ നിന്ന് 600 മീറ്ററാണ് വർക്കുകളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നതും. ഇനി നമുക്ക് പുതുതായിട്ട് തുടങ്ങിയ വർക്കിൽപ്പെട്ടതാണ്. നമുക്ക് ഈ സൈഡിലൂടെ പോയി കഴിഞ്ഞാൽ ഇവിടെയും വർക്കുകൾ നടക്കുന്നുണ്ട്. നമുക്ക് മുന്നോട്ട് പോകാം. മുന്നോട്ട് പോയാൽ അറിയാൻ സാധിക്കും. കാരണം ചെറിയൊരു മഴയുള്ളതിനാൽ ഇവിടെ കുറച്ച് ചെളിയായിട്ടുണ്ട് എന്നാണ് നമുക്ക് ഇവിടെ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു ഹെവി പമ്പ് സെറ്റാണെന്ന് തോന്നുന്നു ഉള്ളിലേക്കുള്ളത്. ഈ ഭാഗത്തെല്ലാം വർക്കുകളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ചെളി ഉണ്ടെങ്കിലും നല്ല വെയിലുണ്ട് ഈ ഭാഗത്തെല്ലാം. അറിയാമല്ലോ, ഇന്നത്തെ ചൂട് വളരെ കൂടുതലാണ്. ഒരു ഹെവി പമ്പ് സെറ്റ് ഉപയോഗിച്ച് വെള്ളം പമ്പ് ചെയ്ത് കളയുന്നു. ഈ ചൂടിലും ഈ ഭാഗത്തെല്ലാം ധാരാളം വെള്ളമുണ്ട്. കാരണം ഇതൊരു വയൽ പോലത്തെ അല്ലെങ്കിൽ കണ്ടം പോലത്തെ പ്ലേസാണ്. കാരണം എവിടെ കുഴിച്ചാലും വെള്ളം എന്ന് പറയുന്ന ഒരു പ്രതിഭാസമാണുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളെ വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാം. ഈ ഭാഗമെല്ലാം ചെളിയും കണ്ടൽ പ്ലേസ് കിടന്ന പ്ലേസാണ്. ഇത് നികത്തിയെടുത്ത് ഈ ഒരു പ്ലേസ്, അതായത് ജിയോ ഗ്രിഡും ഈ പറയുന്ന ജിയോ ക്ലോത്ത് ഉപയോഗിച്ച് ലെയർ ബൈ ലെയർ ആയിട്ട് നികത്തിയെടുത്താണ് നമ്മുടെ റോഡിൻ്റെ വർക്കുകളെല്ലാം കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ വർക്കുകളെല്ലാം പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. ഇതാ നമുക്ക് കുറച്ചുകൂടെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഇവിടെ ഇത് ഡ്രെയിനേജിൻ്റെ വർക്കായിരിക്കും ഇവിടെ നടക്കുന്നത്. കണ്ടോ, ഡ്രെയിനേജിന് വേണ്ടി കുഴിയെടുത്തതാണ്. കണ്ടോ, ഈ ഭാഗത്തെല്ലാം ചെറിയൊരു കുഴിയെടുക്കുമ്പോൾ തന്നെ ഇവിടെ മൊത്തവും വെള്ളം കൊണ്ട് നിറയുകയാണ്. ആ വെള്ളം ഹെവി പമ്പ് ഉപയോഗിച്ച് പമ്പ് സെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ വർക്കുകളെല്ലാം മുന്നോട്ട് വരുന്നു. കണ്ടോ, അങ്ങനെ ഇതിപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരാഴ്ചകൾ കൊണ്ടൊന്ന് വ്യത്യാസമുണ്ട്. ഈ വർക്കുകളൊന്നും നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊന്നും നമ്മൾ കണ്ടിരുന്നില്ല. ഒരാഴ്ചകൾ കൊണ്ട് ഒന്നല്ല 2 ആഴ്ചകൾ കൊണ്ടുള്ള വലിയ വ്യത്യാസമാണ് നമുക്ക് ഈ വീഡിയോയിൽ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ളത്. കഴിഞ്ഞ വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ വർക്ക് നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ ഈ വർക്കില്ല. കാരണം 1-2 ആഴ്ച കൊണ്ടുള്ള വ്യത്യാസം വളരെ വലുതാണ് എന്ന് തന്നെ തീർച്ചയായിട്ടും കാണുന്നവർക്കും എടുത്തു പറയാനായി സാധിക്കും. ആ വ്യത്യാസം തന്നെ എടുത്തു പറയാനായി സാധിക്കും. ഡേറ്റ് കഴിഞ്ഞ വീഡിയോയിൽ നോക്കിക്കഴിഞ്ഞാൽ ആ വ്യത്യാസം എത്രത്തോളമാണെന്ന് കണ്ട് മനസ്സിലാക്കാനായി സാധിക്കും. നമുക്ക് നമ്മുടെ മുന്നിൽ ഈ കാണുന്ന ധാരാളം ഹെവി ലോറികൾ ഇവിടെ കാണാൻ സാധിക്കും. ഉണ്ടോ,
ഇനി നമുക്ക് സൈഡിൽ തൊട്ടപ്പുറത്തുള്ള ബൈ റോഡ് വഴിയാണ് നമുക്ക് പോകേണ്ടത്. നമുക്ക് ആ ബൈ റോഡ് വഴി പോയാൽ മാത്രമേ നമുക്ക് സൈഡിലൂടെ എത്രത്തോളം വർക്ക് നടക്കുന്നു എന്നറിയാനായി സാധിക്കുകയുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സൈഡിലൂടെയുള്ള ബൈ റോഡ് വഴി നമുക്ക് പോകാം. ഈ ബൈ റോഡ് ഉള്ളത് കൊണ്ടും വളരെ ഉപകാരപ്രദം തന്നെയാണ്. വളരെ ഫാസ്റ്റായിട്ടാണ് നമ്മുടെ ഈ ലിങ്ക് റോഡിൻ്റെ വർക്കുകൾ കൊണ്ടുപോകുന്നതിന്, ഹെവി മെഷീൻ കൊണ്ടുപോകുന്നതിനും നമ്മുടെ ലോറിയിലെ ഈ മെറ്റീരിയൽ കൊണ്ടുപോകുന്നതിനും ഉപകാരപ്രദമായ റോഡ് തന്നെ സൈഡിലൂടെ ഉള്ള ബൈ റോഡ്. ആ ബൈ റോഡിലൂടെ ഒരു ഹെവി എക്സ്കവേറ്റർ വരുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ടോ. ഇനി നമുക്ക് മുന്നോട്ട് പോകാം. മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് എത്രത്തോളമാണ് വർക്കുകൾ അവിടെ നടക്കുന്നുണ്ട് എന്നറിയാനായി സാധിക്കുകയുള്ളൂ. എത്രത്തോളമാണെന്ന് പറയുമ്പോൾ വളരെ ഫാസ്റ്റായിട്ടാണ് വർക്ക് നടക്കുന്നത്. പലപ്പോഴായിട്ട് ഞാൻ എടുത്തെടുത്ത് പറയുന്നുണ്ടെങ്കിലും ആ വീഡിയോയിലെ വർക്കിൻ്റെ ഡിഫറൻസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് മനസ്സിലാക്കാനായി സാധിക്കും. ഈ ഭാഗമെല്ലാം നേരത്തെ തന്നെ വർക്കുകൾ ഇങ്ങനെ കഴിഞ്ഞിട്ടുള്ളതാണ്. എന്നാലും ആ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഈ പറയുന്ന അതായത് നമ്മൾ നേരത്തെ കണ്ടിരുന്ന ഒരു മിക്സിംഗ് റേഷ്യോ ഉണ്ടായിരുന്നു. നമ്മുടെ ഈ പറയുന്ന ഡ്രഡ്ജ് ചെയ്ത മണലും ചെമ്മണ്ണും ചേർത്ത് 70-30 എന്ന് പറഞ്ഞ റേഷ്യോയിൽ ഫില്ല് ചെയ്തിരുന്ന ആ സ്ഥാനത്ത് അതിൻ്റെ മുകളിലായിട്ട് WM ഫിക്സ് ചെയ്തിരിക്കും. WM ഫിക്സ് ചെയ്ത് അതായത് വെറ്റ് മിക്സ് മെക്കാട്ടം എന്ന് പറയുന്ന ഒരു മിക്സ്, അതായത് നമ്മുടെ ഈ ക്രഷറിൽ നിന്ന് വരുന്ന ഒരു മെറ്റൽ മിക്സ് എന്ന് വേണേൽ പറയാം. അങ്ങനെയാണെന്നാണ് തോന്നുന്നത് എനിക്ക്. ഇതിൻ്റെ മുകളിൽ ഫില്ല് ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും. അതിൻ്റെ താഴെയായിട്ട്, അതായത് ഇതിന് ഫില്ല് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ജിയോ സെല്ല് ഇട്ടിട്ടുണ്ട്. ജിയോ സെല്ലിൻ്റെ മുകളിലാണ് ഇത് ഫിക്സ് ചെയ്തിട്ടുള്ളത്. സെല്ലിൻ്റെ മുകളിൽ ഇവിടെ ഈ പറയുന്ന ഡംപ് അല്ലെങ്കിൽ ഈ പറയുന്നത് മൊത്തത്തിൽ ഫില്ല് ചെയ്തിരിക്കും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അത് തീർച്ചയായിട്ടും ഈ ഭാഗത്തെല്ലാം ഫില്ല് ചെയ്തിരിക്കും. നമുക്ക് കുറച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് ആ വ്യത്യാസം തീർച്ചയായിട്ടും മനസ്സിലാകുന്നത്. അതായത് അടുത്ത ഘട്ടത്തിലേക്ക് മാറിയിരിക്കുന്നു. ഇതിൻ്റെ മുകളിലായിരിക്കും ഇൻ്റർലോക്ക് വരിക. കണ്ടോ, അത് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. നമ്മുടെ ഈ കാണുന്ന WM ആണ് ഈ ഭാഗത്തെല്ലാം ഫില്ല് ചെയ്തിരിക്കുന്നത്. WM-ൻ്റെ അടിയിലായിട്ട് നമ്മുടെ ജിയോ സെല്ലുണ്ട്. ജിയോ സെല്ലിൻ്റെ അടിയിലാണ് നമ്മൾ ഈ കാണുന്ന നമ്മുടെ ഈ ചെമ്മണ്ണും ഈ പറയുന്ന ഡ്രഡ്ജ് ചെയ്ത മണലും ഉപയോഗിച്ച് പിന്നെ ലെയർ ബൈ ലെയറായിട്ട് ഫില്ല് ചെയ്തിട്ടുള്ളത്. ഏറ്റവും ടോപ്പിൽ ഇപ്പോൾ നമുക്കിവിടെ കാണാനായി സാധിക്കുന്നത് WM തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കും. നമുക്കിവിടെ വണ്ടി വെച്ചതിന് ശേഷം നമുക്ക് കുറച്ചുകൂടി മുന്നോട്ട് പോയി നോക്കാം. മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അറിയാനായി സാധിക്കുന്നത്. നമുക്കിപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നു പമ്പ് സെറ്റ് ഉപയോഗിച്ച് വെള്ളം ഈ ടാങ്കിലേക്ക് ഫില്ല് ചെയ്യുന്ന ജോലികളാണ് ഇവിടെ നടക്കുന്നത്. കാരണം ഡ്രെയിനേജിൻ്റെ വർക്കുകൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും എത്രത്തോളമാണെന്ന് ഈ ഭാഗത്തു നിന്നാൽ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മുടെ മുന്നിൽ ഒരു പമ്പ് സെറ്റ് കാണാൻ സാധിക്കും. ഡ്രെയിനേജിൻ്റെ വെള്ളമാണ്. ഡ്രെയിനേജിൻ്റെ വർക്ക് നടക്കുന്നതിൽ അവിടെ വെള്ളക്കെട്ടുണ്ട്. അത് പമ്പ് ചെയ്ത് ഈ ലോറിയിലേക്ക് മാറ്റുകയാണ്. അതുമാത്രമല്ല, ഇപ്പോൾ നമുക്കൊരു ഹെവി എക്സ്കവേറ്റർ ഉപയോഗിച്ച് മണ്ണ് മാറ്റുന്നുണ്ട്. കാരണം ജിയോ സെല്ല് ഫിക്സ് ചെയ്യുന്നതിനാണ് ഈ മണ്ണ് പൂർണ്ണമായിട്ടും ഇവിടുന്ന് മാറ്റുന്നത്. അതിനുശേഷം ജിയോ സെല്ല് ഫിക്സ് ചെയ്തതിന് ശേഷമാണ് WM ഫില്ല് ചെയ്യുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കാരണം നമ്മൾ തൊട്ട് മുന്നേ കണ്ടപ്പോൾ ആ WM ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിലൊന്നുമില്ല. 2 ആഴ്ച കൊണ്ട് വന്ന മാറ്റമാണ് തീർച്ചയായിട്ടും നമുക്കിതിലൂടെ പറയാനുള്ളത്. ഇതിൻ്റെ മുകളിലായിരിക്കും തീർച്ചയായിട്ടും ഇൻ്റർലോക്ക് ഇട്ട് ഫില്ല് ചെയ്യുക. അടുത്ത വീഡിയോയിൽ തീർച്ചയായിട്ടും ഈ ഭാഗത്ത് ഇൻ്റർലോക്ക് വർക്കുകൾ തുടങ്ങിയിട്ടുണ്ടാകും. അങ്ങനെയാണെങ്കിൽ ഈ മാസം ലാസ്റ്റ് ആകുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു 2ാമത്തെ ബ്രിഡ്ജിൻ്റെ ആ ഭാഗം വരെയുള്ള വർക്കുകൾ കംപ്ലീറ്റ് ആകുമായിരിക്കാം. മുന്നോട്ട് പോയാലേ നമുക്ക് തീർച്ചയായിട്ടും അറിയാൻ സാധിക്കുള്ളൂ എത്രത്തോളമാണ് കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. എന്നാലും കഴിഞ്ഞ വീഡിയോയിൽ നിന്നും വ്യത്യാസം തീർച്ചയായിട്ടും നമുക്കിതിൽ നിന്നും കണ്ടു മനസ്സിലാക്കാനായി സാധിക്കും. നമ്മൾ ഈ പറയുന്ന കോൺക്രീറ്റ് ക്രാഷ് ബാരിയർ ഈ ഭാഗത്തെല്ലാം ഫില്ല് ചെയ്തിരിക്കുന്നത് നമുക്ക് വളരെ ദൂരെയായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടോ. ഈ ഭാഗത്തെല്ലാം ഫില്ല് ചെയ്തിരിക്കുന്നു. ഇനി ഈ സൈഡിലെല്ലാം കോൺക്രീറ്റിൻ്റെ വർക്കുകളുണ്ട്. കാരണം ക്രാഷ് ബാരിയറിൻ്റെ സൈഡിലായിട്ട് കോൺക്രീറ്റ് വർക്കുകൾ ഈ ഭാഗത്ത് മാത്രമേ ഉള്ളൂ. തൊട്ടപ്പുറത്തെ റോഡിൻ്റെ ഇരുവശങ്ങളിലുമായിട്ട് ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡിലുമാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത്. ലെഫ്റ്റ് സൈഡിൻ്റെ വർക്കുകൾ പൂർണ്ണമായിട്ട് കംപ്ലീറ്റ് ചെയ്ത് വൈറ്റ് പെയിൻറ്റ് അടിച്ചതായിരിക്കും. അതിൽ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡ്, അതായത് നമുക്ക് ഈ വീഡിയോയിൽ കാണുന്ന ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ ഈ പറയുന്ന കോൺക്രീറ്റ് ക്രാഷ് ബാരിയറിൻ്റെ വർക്കുകൾ പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടുണ്ട്. ഈ ഭാഗത്തെല്ലാം പൂർണ്ണമായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. റൈറ്റ് സൈഡിലാണ് ഇനി വർക്ക് കോൺക്രീറ്റ് ചെയ്യാനുള്ളത്. ലെഫ്റ്റ് സൈഡിൽ കോൺക്രീറ്റിൻ്റെ വർക്കും കഴിഞ്ഞു, പെയിൻറ്റിൻ്റെ വർക്കുകൾ കഴിഞ്ഞു. വൈറ്റ് കളറിലെ പെയിൻറ്റും വളരെ മനോഹരമാണ്. അതുമാത്രമല്ല, ആ പോർഷനിൽ ജിയോ സെല്ലും ഫിക്സ് ചെയ്തു. WM അതിൻ്റെ മുകളിൽ ഫില്ല് ചെയ്തു നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. അതുമാത്രമല്ല, ഹെവി മെഷീൻ ഉപയോഗിച്ച് അതൊരു കോമ്പാക്റ്റ് ആക്കിയിട്ടുണ്ട്. ഒരു ഫിനിഷിംഗ് സർഫസ് ഏരിയ ഫിനിഷ് ആയതും കാണാൻ സാധിക്കും. അതുപോലെ തന്നെ റോഡിൻ്റെ റൈറ്റ് സൈഡിൽ ഇതേ വർക്കുകളാണ് ഇനി നടക്കാൻ പോകുന്നത്. ജിയോ സെല്ലിന് ഇവിടെ ഫില്ല് ചെയ്യാനുണ്ട്, ജിയോ സെല്ല് വെക്കാനുണ്ട്. അതുമാത്രമല്ല, അതിൻ്റെ മുകളിൽ ഈ പറയുന്ന WM ഫില്ല് ചെയ്യാനുമുണ്ട്. ഈ വർക്കുകളാണ് ഇവിടെ നടക്കുന്നത്. ഡേ നൈറ്റ് വർക്ക് ആയതിനാൽ വളരെ ഫാസ്റ്റായിട്ടാണ് ഈ വർക്കുകൾ നടക്കുന്നത് എന്നത്
പ്രീവിയസ് വീഡിയോയിൽ നിന്ന് നിങ്ങൾ തീർച്ചയായിട്ടും കമ്പാരിസണിലൂടെ മനസ്സിലാക്കാം. വെറും 2 ആഴ്ചയെ മാത്രമേ ആയിട്ടുള്ളൂ നമ്മൾ അപ്ഡേഷൻ എടുക്കാനുള്ളത്. അപ്പോൾ ആ വ്യത്യാസം തീർച്ചയായിട്ടും ഇതിൽ നിന്നും കണ്ട് മനസ്സിലാക്കാനായി സാധിക്കും. ഇനി നമുക്ക് സൈഡിലൂടെയുള്ള ബൈ റോഡിലൂടെ മുന്നോട്ട് പോകാം. മുന്നോട്ട് പോകുമ്പോഴുള്ള വ്യത്യാസം നമുക്ക് തീർച്ചയായിട്ടും അറിയാം. അതുകൊണ്ട് ആരും സ്കിപ്പ് ചെയ്ത് പോകാതിരിക്കുക. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ബൈ റോഡിൻ്റെ വീതി കൂടിയിട്ടുണ്ട്. ലിങ്ക് റോഡല്ല, ലിങ്ക് റോഡിൻ്റെ അപ്ഡേഷനാണ് നമ്മൾ എടുക്കുന്നത്. നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ബൈ റോഡിൻ്റെ വീതി കൂടാൻ കാരണം സൈഡിൽ ധാരാളം നിങ്ങൾക്കറിയാമല്ലോ കുറേ ഈ പറയുന്ന വേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം പൂർണ്ണമായിട്ടും മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല നമ്മൾ ഈ പറയുന്ന ലിങ്ക് റോഡിൻ്റെ സൈഡിൽ ഈ പറയുന്ന ഡ്രെയിനേജിൻ്റെ വർക്കുകളും നടക്കുന്നുണ്ട്. അത് നമുക്ക് കുറച്ച് മുന്നോട്ട് പോയാൽ അറിയാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന പാനലിൻ്റെ ഹൈറ്റ് എല്ലാം കൂടി വരുന്നുണ്ട്. കണ്ടോ, ഈ പറയുന്ന പാനലിൻ്റെ വർക്കുകളെല്ലാം മുന്നോട്ട് പോകുന്നതോളം കൂടി വരും. അതുമാത്രമല്ല ഹൈറ്റ് കൂടുന്നതോടൊപ്പം നമുക്ക് ഇനിയിപ്പോൾ ഈ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ലിങ്ക് റോഡിൻ്റെ ഏറ്റവും ടോപ്പ് പോർഷൻ പൂർണ്ണമായിട്ടും കാണാൻ സാധിക്കില്ല. പൂർണ്ണമായിട്ടല്ല, കാണാനേ സാധിക്കില്ല. കാരണം ഇപ്പോൾ നമ്മുടെ മുന്നിൽ കാണുന്ന 3, 4, 5 പാനലിൻ്റെ ഹൈറ്റ് കൂടിയിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനേ സാധിക്കും. കഴിഞ്ഞ വീഡിയോയിലും തീർച്ചയായിട്ടും നമ്മൾ ഈ പറയുന്ന മോൾഡിംഗ് കോൺക്രീറ്റ് ബാരിയർ, ക്രാഷ് ബാരിയർ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് വളരെ ഹൈറ്റിൽ നിന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. സൈഡിലൂടെയുള്ള പാനലിൻ്റെ വർക്കുകൾ വളരെ മനോഹരമായിരിക്കുന്നു. ഇപ്പോൾ കുറച്ച് വളരെ വ്യക്തമായിട്ട് പാനലിൻ്റെ ഹൈറ്റ് നമുക്ക് തീർച്ചയായിട്ടും കണ്ട് മനസ്സിലാക്കാനായി സാധിക്കും. പഴയ വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഭാഗത്തു നിന്നാൽ റോഡിൻ്റെ വർക്കുകൾ നടക്കുന്നതും കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ചെളിയായിട്ട് കിടന്ന അല്ലെങ്കിൽ കുളവും കണ്ടവുമായിട്ട് കിടന്ന പ്ലേസിൻ്റെ വ്യത്യാസം വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് ഇവിടെ നിന്നാൽ കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ പറയുന്ന ഹെവി ക്രെയിൻ ഉപയോഗിച്ച് ഈ പറയുന്ന മോൾഡിംഗ് ആയിട്ടുള്ള കോൺക്രീറ്റ് ക്രാഷ് ബാരിയർ ഈ സൈഡിലേക്ക് ഫിക്സ് ചെയ്യുന്ന വർക്കുകളാണ് ഇവിടെ നടക്കുന്നത്. ക്രെയിനും ഹെവി എക്യുപ്മെൻറ്റ്സും ഉപയോഗിച്ചിട്ടാണ് ഈ വർക്കുകളെല്ലാം വളരെ ഫാസ്റ്റായിട്ട് പോകുന്നത്. ഈ വർക്കല്ല, നിലവിൽ എല്ലാ ഹൈവേൻ്റെ വർക്കുകളും അങ്ങനെ തന്നെ ആയിരിക്കും. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ പോർട്ടിൻ്റെ ലിങ്ക് റോഡിൻ്റെ വർക്കുകളും നടക്കുന്നത്. നമുക്കത് ഫില്ല് ചെയ്യുന്നത് തീർച്ചയായിട്ടും കാണാനായി സാധിക്കും. കുറച്ച് ദൂരെയാണ്, കുറേ ഡിസ്റ്റൻസ് ഇട്ടാണ് ഞാൻ നിൽക്കുന്നത്. കാരണം നമ്മൾ വന്ന ബൈ റോഡിൻ്റെ സൈഡിൽ നിന്നാണ് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. നല്ല വെയിലാണ്, എന്നാലും ഡേ നൈറ്റ് വർക്ക് നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും വർക്ക് വളരെ ഫാസ്റ്റാണ്. ഇപ്പോൾ കുറച്ച് അങ്ങോട്ട് പോകും തോറും പാനലിൻ്റെ ഹൈറ്റ് പൂർണ്ണമായിട്ടും എനിക്ക് തോന്നുന്നു 4 പാനലോളം ഹൈറ്റ് കൂടിയതായിട്ട്, അതായത് 4 പാനലിംഗല്ല അതിനെക്കാട്ടിയും ഹൈറ്റ് കൂടിയിട്ടുണ്ട്. കാരണം സൈഡിൽ മണ്ണിട്ട് നമ്മൾ ഫില്ല് ചെയ്തിരിക്കുന്നു. എന്നാൽ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നത് 3, 4 പാനലിൻ്റെ ഹൈറ്റോളം നമ്മുടെ റോഡിൻ്റെ വർക്കുകൾ ഉയർന്നിരിക്കുന്നു എന്ന് തന്നെയാണ് കണ്ടു മനസ്സിലാക്കാനായി സാധിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ഇതുപോലെയാണ് നമ്മൾ ഈ പറയുന്ന ക്രാഷ് ബാരിയറിൻ്റെ ഈ പറയുന്ന മോൾഡിംഗ് ആയിട്ടുള്ള ക്രാഷ് ബാരിയറിൻ്റെ വർക്കുകളെല്ലാം വളരെ ഫാസ്റ്റായിട്ട് ക്രെയിൻ ഉപയോഗിച്ച് ഫിക്സ് ചെയ്യുന്ന ജോലികളാണുള്ളത്. 2-3 വർക്കിംഗ് സ്റ്റാഫുകളെയും നമുക്കിവിടെ കാണാൻ സാധിക്കും. നമ്മൾ ഈ പറയുന്ന കറക്റ്റ് അതൊരു ഹോൾഡായിരിക്കുന്ന ഒരു പൊസിഷനുണ്ട്. ആ ഹോൾഡിംഗ് പൊസിഷനിലാണ് അവരത് ഫിക്സ് ചെയ്യുന്നത്. കണ്ടോ, അത് ഞാൻ കണ്ടപ്പോൾ ഒരു ക്യൂരിയോസിറ്റി, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിലും നമുക്ക് വളരെ ഹൈറ്റിൽ നിന്ന് എടുത്ത് വെക്കുമ്പോൾ ആ ഒരു കറക്റ്റ് അതിൽ നിൽക്കുന്ന കാണാൻ സാധിക്കുന്നുണ്ടാവും. ഇങ്ങനെ ഓരോരോ മോൾഡിംഗ് ക്രാഷ് ബാരിയർ വളരെ ഫാസ്റ്റായിട്ടാണ് ഫിക്സ് ചെയ്ത് പോകുന്നത്. ഇത് നമ്മൾ ഈ കാണുന്ന റോഡിൻ്റെ ഈ വശത്ത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ തൊട്ടപ്പുറത്തെ വശത്ത് തീർച്ചയായിട്ടും നമുക്ക് അവിടെ പോയി തന്നെ നോക്കാം അവിടെ എത്രത്തോളമാണ് വർക്ക് കഴിഞ്ഞിട്ടുള്ളതെന്ന്. ഒന്ന് കറങ്ങി പോകേണ്ടി വരും. കാരണം ഇപ്പോൾ ഈ റോഡിൻ്റെ വർക്കെല്ലാം നടക്കുന്ന കാരണം ഇത് മുറിച്ച് കടക്കാൻ അല്ലെങ്കിൽ ക്രോസ് ചെയ്ത് കടക്കാനായി നമുക്ക് സാധിക്കില്ല. കണ്ടോ, ഇങ്ങനെയാണ് അത് ഫിക്സ് ചെയ്യുന്നത്. സൈറ്റ് എഞ്ചിനീയേഴ്സും വർക്കിംഗ് സ്റ്റാഫിനെയും നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. കണ്ടോ, 1 mm പോലും ഗ്യാപ്പ് ഇല്ലാത്ത രീതിയിൽ വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് അത് ഫിക്സ് ചെയ്യുന്നത്. ഇതിലൊരു കോൺക്രീറ്റുമുണ്ട്. ആ കോൺക്രീറ്റ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വളരെ ഭംഗിയായിട്ടുള്ളൊരു കോൺക്രീറ്റ് ക്രാഷ് ബാരിയർ കാണാൻ സാധിക്കും. അതുമാത്രമല്ല സൈഡിലൂടെയുള്ള നിലവിൽ ഈ പറയുന്ന ഡ്രെയിനേജിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഈ ഡ്രെയിനേജിൻ്റെ വർക്കുകൾ കണ്ടിരുന്നു. കണ്ടോ, ഇപ്പോൾ അതിൻ്റെ ലെന്ത് കൂടിയിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇതായി ഡ്രെയിനേജിൻ്റെ വർക്കുകളും നടക്കുന്നുണ്ട്. അങ്ങനെ ഡ്രെയിനേജിൻ്റെ വർക്കുകളും ലിങ്ക് റോഡിൻ്റെ വർക്കിനോടൊപ്പം തന്നെ അതിനോട് ചേർന്നിട്ടുള്ള എല്ലാ വർക്കുകളും ഒരേ ലെവലിൽ തന്നെ ഫാസ്റ്റായിട്ട് പോകുന്നത് നമുക്ക് ഇവിടെ നിന്ന് കണ്ട് മനസ്സിലാക്കാനായി സാധിക്കുന്നുണ്ടോ. ഇത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ ഈ നോക്കുന്ന സമയം കൊണ്ട് ഫിക്സ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് സൈഡിലൂടെ അല്ല ബൈ റോഡ് വഴി നമുക്ക് മുന്നോട്ട് പോകാം. മുന്നോട്ട് പോയാൽ മാത്രമേ എത്രത്തോളമാണ് മുന്നോട്ടുള്ള വർക്കുകൾ നടക്കുന്നതെന്ന് കണ്ട് മനസ്സിലാക്കാനേ സാധിക്കുള്ളൂ. 2 ആഴ്ച കൊണ്ടുള്ള വ്യത്യാസം എന്താണെന്ന് തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കും. നമുക്ക് മുന്നോട്ട് പോകാം. മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെ പാനലിൻ്റെ ഹൈറ്റ് കൂടി വരുന്നു. നമുക്കിവിടെ ട്രാൻസ്ഫോമർ കാണാൻ സാധിക്കും. ഈ ഭാഗത്തു നിന്നാലൊക്കെ നേരത്തെയൊക്കെ റോഡ് കാണാൻ സാധിക്കുമെങ്കിൽ, അതായത് 5-6 വീഡിയോയ്ക്ക് മുന്നേ റോഡ് കാണാൻ സാധിക്കുമെങ്കിൽ ഇപ്പോൾ പൂർണ്ണമായിട്ടും കാണാനായി സാധിക്കില്ല എന്ന് തന്നെ പറയേണ്ടി വരുമുണ്ടോ. അത്രത്തോളം ഹൈറ്റ് കൂടിയിരിക്കുന്നു. നമുക്ക് വർക്കിംഗ് സ്റ്റാഫുകളെ കാണാൻ സാധിക്കും. അപ്പോഴാണ് നമുക്ക് ഈ പറയുന്ന പാനലിൻ്റെ ഹൈറ്റ് തീർച്ചയായിട്ടും
മനസ്സിലാകുന്നത്, എത്രത്തോളമാണെന്ന് മനസ്സിലാകുന്നത്. കാരണം വീഡിയോയിൽ ഞാൻ നേരിട്ട് കണ്ടുകൊണ്ട് എനിക്കറിയാം. കാരണം വീഡിയോയിൽ കാണുമ്പോൾ എത്രത്തോളം ഹൈറ്റ് ഉണ്ടെന്ന് നമുക്കൊരു വർക്കിംഗ് സ്റ്റാഫിനെ കൂടി നിർത്തി അവിടെ നിൽക്കുന്ന വർക്കിംഗ് സ്റ്റാഫ് അതിൻ്റെ ഹൈറ്റ് നമ്മൾ കമ്പയർ ചെയ്താൽ മതി. ഇതാണ് നമ്മുടെ സെക്കൻഡ് ബ്രിഡ്ജ് കണ്ടോ. അതായത് നമ്മുടെ NHൽ നിന്ന് വരുമ്പോൾ ആദ്യത്തെ ബ്രിഡ്ജും നമ്മുടെ പോർട്ടിൽ നിന്ന് വരുമ്പോഴുള്ള സെക്കൻഡ് ബ്രിഡ്ജും, അങ്ങനെ 2 ബ്രിഡ്ജുകളാണ് ഈ 1700 മീറ്റർ നീളമുള്ള ലിങ്ക് റോഡിൻ്റെ ഇടയിലായിട്ടുള്ളത്. ഈ 2 ബ്രിഡ്ജിനെ തമ്മിൽ ലിങ്ക് ചെയ്യുന്ന വർക്കുകൾ ഇവിടെ നടക്കുന്നു. ഇപ്പോൾ നമുക്ക് നമ്മുടെ ഈ കാണുന്ന തൊട്ട് മുന്നേ കണ്ട വർക്കിൻ്റെ സൈഡിലൂടെ കണ്ടോ, ഇത് തമ്മിൽ ജോയിൻ്റ് ആണ് ചെയ്യുന്നത്. കോൺക്രീറ്റ് തന്നെയാണത്, നമുക്കിവിടെ മനസ്സിലാക്കാം. ആ വർക്കുകളാണ് ഇവിടെ നടക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഇതിൻ്റെ ഇടയ്ക്കുള്ള കേബിളിൻ്റെ വർക്കുകളാണ്, കോൺക്രീറ്റ് പോർഷനാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. തീർച്ചയായിട്ടും കഴിഞ്ഞ വീഡിയോ കാണാത്തവിടെ കണ്ടു നോക്കുക. ഇപ്പോൾ 2 ആഴ്ച കൊണ്ട് ഇപ്പോൾ നടക്കുന്നത് ഈ 2 ബ്രിഡ്ജുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്ന കോൺക്രീറ്റ് വർക്കുകളാണ് നടക്കുന്നത്. രണ്ടാമത്തെ ബ്രിഡ്ജ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. ഈ രണ്ടാമത്തെ ബ്രിഡ്ജ് വരെ, അതായത് രണ്ടാമത്തെ ബ്രിഡ്ജ് സ്റ്റാർട്ട് ചെയ്യുന്നവരെ 1500 മീറ്ററാണ്. അതായത് നമ്മൾ ഈ കോൺക്രീറ്റ് നടക്കുന്ന ഈ പോർഷൻ 1500 മീറ്ററാണ്. ഇത് കഴിഞ്ഞിട്ട് ഇനി 200 മീറ്ററാണ് ഇനി മുന്നോട്ടുള്ളത്. നമുക്ക് അതും നോക്കാം എത്രത്തോളമാണ് വർക്ക് അവിടെ നടക്കുന്നത്. അതായത് കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് ഇവിടെ കാണാനായി സാധിച്ചെന്ന് എനിക്ക് തോന്നുന്നു 1-2 പാനലിൻ്റെ ഹൈറ്റ് ആയിരുന്നു. നമുക്ക് അവിടെ കുറച്ചുകൂടി കാണാനായി സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ പൂർണ്ണമായിട്ടും ഹൈറ്റ് കൂടിയിരിക്കുന്നു. നമ്മുടെ രണ്ടാമത്തെ ബ്രിഡ്ജിൻ്റെ ഈ പോർഷൻ്റെ ലെവലിലേക്ക് വന്നിരിക്കുന്നു. ഈ 2 പോർഷൻ തമ്മിൽ ലിങ്ക് ചെയ്യുന്ന ഒരു കോൺക്രീറ്റ് വർക്കുകളും അവിടെ നടക്കുന്നതായി കാണാൻ സാധിക്കും. അപ്പോൾ ആ വ്യത്യാസം വളരെ വലുതാണ്. 2 ആഴ്ച കൊണ്ട് വലിയൊരു വ്യത്യാസത്തിലേക്കാണ് നമ്മുടെ ലിങ്ക് റോഡിൻ്റെ വർക്കുകൾ മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്ക് വീഡിയോയിൽ നിന്നും തീർച്ചയായിട്ടും കണ്ട് മനസ്സിലാക്കാം. ഇതാണ് രണ്ടാമത്തെ ബ്രിഡ്ജിൻ്റെ എൻഡ് പോർഷൻ എന്ന് പറയുന്നത്. അതായത് NHൽ നോക്കുമ്പോൾ കാണുന്ന ആദ്യ ബ്രിഡ്ജും പോർട്ടിൻ്റെ ഭാഗത്തു നിന്ന് വരുമ്പോഴുള്ള രണ്ടാമത്തെ ബ്രിഡ്ജിൻ്റെ എൻഡ് പോർഷനുമാണ് നമുക്കിവിടെ കാണാവുന്നത്. ഈ സൈഡിലൂടെ നമുക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് മറു സൈഡ്, അതായത് നമ്മുടെ ഇപ്പോൾ കണ്ട ബൈ റോഡിൻ്റെ തൊട്ടപ്പുറത്തെ വശത്തെ വർക്കുകൾ കാണാൻ സാധിക്കും. ഈ ഭാഗത്തു നിന്നാൽ തീർച്ചയായിട്ടും നമുക്ക് NH66 കാണാൻ സാധിക്കും. അതിലൂടെ ധാരാളം വാഹനങ്ങൾ കടന്നു പോകുന്നതും തീർച്ചയായിട്ടും കാണാൻ സാധിക്കും. കാരണം ഇനി ഏകദേശം 200-300 മീറ്റർ മാത്രമേ ഉള്ളൂ. അതിനാൽ നമുക്ക് ഈ സൈഡിലൂടെ നമുക്ക് പോകാം. ഈ സൈഡിൽ വണ്ടി ഒതുക്കി വെച്ചതിന് ശേഷം നമുക്ക് മുന്നോട്ട് നടന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് അതായത് ഈ ബ്രിഡ്ജിൻ്റെ സൈഡിൽ, അതായത് നമ്മളിപ്പോൾ റോഡെന്ന് പറയുമ്പോൾ ലെഫ്റ്റും റൈറ്റും ഉണ്ടല്ലോ, ആ റൈറ്റിലേക്കുള്ള അത് നമുക്ക് നോക്കാം. കണ്ടോ, ഇതാണ് നമ്മുടെ ഹൈവേ NH66. അത് നമുക്കൊരു അണ്ടർപാസ് കാണാനായി സാധിക്കും. കണ്ടോ, ഇത്രയും അടുത്താണുള്ളത് NH66. അപ്പോൾ വളരെ ഫാസ്റ്റായിട്ട് തന്നെ ഈ ലിങ്ക് റോഡിൻ്റെ വർക്കുകൾ NH66 എത്തും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമുക്ക് ഈ സൈഡിലൂടെയുള്ള ചെറിയ ഇതൊരു വഴിയാണ്. കാരണം വഴിയെന്ന് പറയാൻ കാരണം ഇവിടെ ധാരാളം പ്രദേശവാസികൾ താമസിക്കുന്നുണ്ട്. അവർക്ക് പോകാൻ വേണ്ടി ആയിരിക്കാം ചിലപ്പോൾ ഈ ഒരു വഴി ശരിയാക്കിയിട്ടുള്ളത്. കണ്ടോ, ഇതാണ് നമ്മുടെ ഈ പറയുന്ന രണ്ടാമത്തെ ബ്രിഡ്ജ്. നമുക്ക് ഈ ഭാഗത്തു നിന്നാൽ കാണാൻ സാധിക്കും. നമ്മൾ ഇതിലൂടെ പോയിട്ടില്ല. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ആ ബ്രിഡ്ജിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ആ ഗ്യാപ്പ് വഴിയാണ് നമ്മൾ ഈ വശത്തേക്ക് വന്നിട്ടുള്ളത്. ഇവിടെ നടക്കുന്ന വർക്കുകൾ എത്രത്തോളമാണെന്ന് കംപ്ലീറ്റ് ആയി അറിയാൻ വേണ്ടി, കംപ്ലീറ്റ് ആയി എന്നല്ല, എത്രത്തോളമാണ് വർക്കുകൾ നടക്കുന്നതെന്ന് നമുക്ക് നമ്മുടെ നേരത്തെ പോയ ബൈ റോഡ് വഴി പോയാൽ നമുക്ക് കാണാൻ സാധിക്കില്ല. നമ്മളെ വീഡിയോ അപ്ഡേഷൻ എടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഡീറ്റെയിൽ അപ്ഡേഷനാണ് എടുക്കുന്നത്. കാരണം നമ്മളുള്ള ഒരാൾ വന്ന് നോക്കിക്കഴിഞ്ഞാൽ എത്രത്തോളമാണ് കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് വർക്ക് എടുക്കുന്നതുകൊണ്ടാണ്, അപ്ഡേഷൻ എടുക്കുന്നതുകൊണ്ടാണ് ഈ ഭാഗത്തൂടെ നമുക്ക് നടന്ന് ഈ സൈഡിലൂടെ പോയി കഴിഞ്ഞാൽ റോഡിൻ്റെ ഇരുവശത്തെയും വർക്ക് അപ്ഡേഷൻ തീർച്ചയായിട്ടും നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാക്കാനായി സാധിക്കും. അല്ലെങ്കിൽ നമ്മൾ സൈഡിലൂടെയുള്ള ആ ബൈ റോഡ് വഴി പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വശത്തെ വർക്കുകൾ മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. പക്ഷേ നമുക്ക് ഈ ഭാഗത്ത് നിന്ന് കഴിഞ്ഞാൽ ഈ വശത്തെ വർക്കുകൾ, അപ്പോൾ റോഡിൻ്റെ ഇരുവശത്തെ വർക്കുകളും പാനലിൻ്റെ ഹൈറ്റും ഈ പറയുന്ന പാനലിൻ്റെ സൈഡിലുള്ള നമ്മൾ നേരത്തെ കണ്ട കോൺക്രീറ്റ് ക്രാഷ് ബാരിയറിൻ്റെ വർക്കുകളെല്ലാം ഈ ഭാഗത്തും നമുക്ക് തീർച്ചയായിട്ടും കണ്ട് മനസ്സിലാക്കാം. ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന ബ്രിഡ്ജിൻ്റെ ഹൈറ്റിനോട് ചേർന്നിട്ട് നമ്മൾ ഈ കണ്ട ബ്രിഡ്ജ് ലിങ്ക് ചെയ്യുന്ന വർക്കാണ് ഇവിടെ നടക്കുന്നുണ്ടോ, കോൺക്രീറ്റ് പോർഷൻ്റെ വർക്കുകളാണ് ഇവിടെ നടക്കുന്നത്. അതും ഇനി അടുത്ത വീഡിയോ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ രണ്ടാമത്തെ ബ്രിഡ്ജിൻ്റെ വർക്കുകളും പൂർണ്ണമായിട്ട്, രണ്ടാമത്തെ ബ്രിഡ്ജിൻ്റെ തൊട്ടടുത്തുള്ള ഈ വർക്കുകളെല്ലാം പൂർണ്ണമായിട്ട് കഴിഞ്ഞിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ലാണ്ടോ. ഇതാണ് രണ്ടാമത്തെ ബ്രിഡ്ജ്. ഇത് പൂർണ്ണമായിട്ടും വലിയൊരു കുളമാണ്, ധാരാളം വെള്ളം കെട്ടിക്കിടപ്പുണ്ട്. അതാ നമ്മുടെ മുന്നിലൂടെ ഒരു ഫ്ലൈറ്റ് പറന്നു പോകുന്നുണ്ട്. കാരണം എയർപോർട്ട് തൊട്ടടുത്താണ്, പോർട്ടും എയർപോർട്ടും തൊട്ടടുത്താണ്. ഇത്രയും ആക്സസ് ഉള്ളത് ലോകത്ത് തന്നെ വളരെ അപൂർവം എന്ന് തന്നെ തീർച്ചയായിട്ടും പറയേണ്ടി വരും. ഇപ്പോൾ നമുക്ക് വളരെ ദൂരെയായിട്ട് നമുക്ക് ഈ പറയുന്ന നമ്മുടെ ലിങ്ക് റോഡിൻ്റെ സൈഡിലൂടെയുള്ള പാനലിൻ്റെ വർക്കിൻ്റെ ഹൈറ്റ് നമുക്ക് തീർച്ചയായിട്ടും കാണാൻ സാധിക്കും. ഈ ഭാഗത്ത് പൂർണ്ണമായിട്ടും നമ്മുടെ ഈ കോൺക്രീറ്റ് ക്രാഷ് ബാരിയർ നേരത്തെ നമ്മൾ ക്രെയിനിലെ ഫിക്സ് ചെയ്ത് വെച്ച വർക്കുകളെല്ലാം ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. ഉണ്ടോ, ഈ ഭാഗത്ത് വർക്കുകൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞിരിക്കുന്നു. ഇനി ആ ഭാഗത്തുള്ള വർക്കുകൾ മാത്രമേ ഉള്ളൂ. ഈ ഭാഗത്ത് വന്നതിലാണ് നമുക്കത് കാണാനായി സാധിക്കുന്നുണ്ടോ. ഈ ഭാഗത്തെ വർക്കുകളെല്ലാം പൂർണ്ണമായിട്ടും നമ്മുടെ രണ്ടാമത്തെ ബ്രിഡ്ജ് വരെ കഴിഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുമാത്രമല്ല, കഴിഞ്ഞ
കുറച്ച് മുന്നേ നമ്മൾ നോക്കിയപ്പോൾ അതായത് ഈ പറയുന്ന ക്രാഷ് ബാരിയറിൽ കോൺക്രീറ്റിൻ്റെ വർക്കുകളുണ്ട്, ആ വർക്കും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കണ്ടോ, ഈ ഭാഗമെല്ലാം പൂർണ്ണമായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു ഡ്രെയിനേജിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. ആ വർക്ക് എത്രത്തോളമാണ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്, എത്രത്തോളമാണ് കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്നല്ല, ആ വർക്കുകൾ കഴിഞ്ഞ് കാണും. കാരണം 2 ആഴ്ച കൊണ്ട് വളരെ ഫാസ്റ്റായിട്ടായിരിക്കും വർക്ക് വന്നത്. തീർച്ചയായിട്ടും ആ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒന്ന് നോക്കി കണ്ടോ, നമുക്ക് ഈ പറയുന്ന 2 ബ്രിഡ്ജുകളെ രണ്ടാമത്തെ ബ്രിഡ്ജ് കാണുന്നതോടൊപ്പം തന്നെ ലിങ്ക് റോഡിൻ്റെ പാനലിൻ്റെ ഹൈറ്റ് എത്രത്തോളമാണ് കൂടിയിട്ടുള്ളത് നമുക്ക് ഇവിടെ നിന്ന് കണ്ട് മനസ്സിലാക്കാം. അതുമാത്രമല്ല വളരെ ദൂരെയായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്, ഒന്ന് സൂം ചെയ്താൽ കാണാൻ സാധിക്കുന്നത് ഡ്രെയിനേജിൻ്റെ വർക്കുകളാണ്. ആ വർക്കുകൾ ഈ ഭാഗത്തെല്ലാം പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കും. അത് മാത്രമല്ല നമുക്ക് വളരെ ദൂരെയായിട്ട് നമ്മൾ ഈ ലിങ്ക് റോഡിൽ വർക്കിംഗ് സ്റ്റാഫുകളുള്ളത് അവിടെ ഈ പറയുന്ന കോൺക്രീറ്റ് ക്രാഷ് ബാരിയർ, നമ്മൾ നേരത്തെ പറഞ്ഞ മോൾഡിംഗ് ക്രാഷ് ബാരിയറിൻ്റെ മുകളിലായിട്ട് കോൺക്രീറ്റ് നടക്കുന്നുണ്ട്. അത് ഈ ഭാഗത്തെല്ലാം ഇപ്പോൾ പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ചെയ്ത് കൊണ്ടുവരുന്ന ജോലികളാണ് ഇവിടെ നടക്കുന്നുണ്ടോ, ആ വർക്കുകളാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ അതും വളരെ ഫാസ്റ്റായിട്ട് നടക്കുന്നു. അപ്പോൾ ഈ പറയുന്ന ലിങ്ക് റോഡിൻ്റെ വർക്കുകൾ നടക്കുന്നു സൈഡിലെ, അതായത് അതിനോടനുബന്ധിച്ചിട്ട് എല്ലാ വർക്കുകളും സെറ്റ് ബൈ സെറ്റായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് ഇപ്പോൾ നമുക്ക് ഈ ഭാഗത്തു നിന്നാൽ കുറച്ച് സൂം ചെയ്താൽ കണ്ട് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. അതുകൊണ്ടാണ് റോഡിൻ്റെ ഇരുവശത്തായിട്ടും ഡീറ്റെയിൽ ആയിട്ട് അപ്ഡേഷൻ എടുക്കാൻ വരുന്നത്. ഇപ്പോൾ പലരും വീഡിയോയിൽ ലെന്ത് കൂടിയെന്ന് പറയുന്നുണ്ടെങ്കിലും നമുക്കൊരു ഒരാഴ്ചയിൽ ഒരു അപ്ഡേഷനാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ഡീറ്റെയിൽ എടുത്താലേ മനസ്സിലാക്കാനായി സാധിക്കും. ഇപ്പോൾ നമ്മൾ പഴയ സ്ഥലത്ത് വന്ന് എത്തിയിരിക്കുന്നു. അതായത് നമ്മൾ നേരത്തെ ഇവിടെ ഈ ഭാഗത്തു നിന്നാണ് നമ്മൾ അങ്ങോട്ട് പോയിട്ടുള്ളത്. ഇനി നമുക്ക് പോകേണ്ടത് മുന്നിൽ കാണുന്ന ഈ പറയുന്ന NH66 നമുക്കിവിടെ കാണാൻ സാധിക്കും. അടിയിലൂടെ ഒരു അണ്ടർപാസ് ഉണ്ട്. നമുക്ക് മുന്നോട്ട് പോകാം. ഈ ഭാഗം ഇനി ഇത്രയും ഭാഗമാണ്, രണ്ടാമത്തെ ബ്രിഡ്ജ് മുതൽ NH66 വരെയുള്ള നമ്മുടെ ഈ വണ്ടിയിൽ അല്ലെങ്കിൽ നമ്മൾ ഈ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഭാഗത്തുള്ള വർക്കുകളാണ് ഇനി കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. ഏകദേശം എനിക്ക് തോന്നുന്നു 200 മീറ്റർ ആണെന്ന് തോന്നുന്നു ഇത്രയും വരുന്നത്. ആ ബ്രിഡ്ജ് ഉൾപ്പെടെ ഈ പറയുന്ന NH66 200 മീറ്റർ ആയിരിക്കാം ഈ പോർഷനാണ് ഇനി കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. അണ്ടർപാസ് വഴിയായിരിക്കും നമ്മുടെ ഈ പറയുന്ന ടെമ്പററി ലൈനാണ് കൊടുക്കുന്നത്, പെർമനൻ്റ് അല്ല. പെർമനൻ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം, ക്ലോവർ ലീഫ് വഴി കണക്ട് ചെയ്തിട്ടാണ് നമ്മുടെ ലിങ്ക് റോഡും NH66 തമ്മിൽ ലിങ്ക് ചെയ്യുന്നത്. ടെമ്പററി ആയിട്ട് നമ്മൾ ഈ പറയുന്ന അണ്ടർപാസ് വഴിയായിരിക്കും കണ്ടെയ്നർ പാസ് ചെയ്ത് പോകുന്നത്. ഗേറ്റ് വേ ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമ്മൾ ഈ സൈഡിലുള്ള ബൈ റോഡ് നമുക്ക് കാണാൻ സാധിക്കും. പലപ്പോഴായിട്ട് നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ നമ്മൾ ഈ പറയുന്ന ബ്രിഡ്ജിൻ്റെ മുകളിൽ നിന്നും, അതായത് NH66 മുകളിലുള്ള ബ്രിഡ്ജിൽ നിന്നാണ് പലപ്പോഴായിട്ട് നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ പോർട്ട്ലെസ് സൈഡിൽ നിന്നാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. വളരെ വലിയൊരു അണ്ടർപാസ് തന്നെയാണ്. തീർച്ചയായിട്ടും പലരും ചോദിക്കുന്നുണ്ട് കണ്ടെയ്നർ പാസ് ചെയ്ത് പോകുമോ എന്ന്. തീർച്ചയായിട്ടും പാസ് ചെയ്ത് പോകും എന്ന് തീർച്ചയായിട്ടും പറയാനായി സാധിക്കും. നമുക്ക് കുറച്ചുകൂടി ഈ അണ്ടർപാസിൻ്റെ അടുത്തുകൂടി പോകാം. പോകുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാകണ്ടോ എത്രത്തോളം വലിപ്പമുള്ളതാണ് അണ്ടർപാസ് എന്ന്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. സൈഡിലുള്ള ബൈ റോഡ് നമുക്ക് കാണാൻ സാധിക്കണ്ടോ. ബൈ റോഡ് പൂർണ്ണമായിട്ടും കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. ടാറിങ് വർക്കുകൾ നേരത്തെ തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ നേരത്തെ തന്നെ കണ്ടിട്ടുണ്ടെന്നുണ്ടോ. കുറച്ച് വീതിയുണ്ട് റോഡിന്, അത്ര വീതി കുറവൊന്നുമല്ല, വീതി കൂട്ടി തന്നെയാണ് ടാറിങ് വർക്കുകൾ കഴിഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് അണ്ടർപാസിൻ്റെ അടുത്തുകൂടി പോകണ്ടോ. ഇത്രയും വലിപ്പമുണ്ട് അണ്ടർപാസിന്. അതിനാൽ കണ്ടെയ്നർ ലോറിയൊക്കെ വളരെ സുഗമമായിട്ട് ഇതിലൂടെ പാസ്സായി കടന്നു പോകും. കാരണം പലരും ചോദിച്ചിട്ടുണ്ട് ഇതുവഴി കണ്ടെയ്നർ ലോറി പോകാൻ സാധിക്കുമോ. തീർച്ചയായിട്ടും കടന്നു പോകും. കണ്ടോ, ഇതാണ് നമ്മുടെ ഈ കാണുന്ന ഈ ബൈ റോഡ്. ഈ ബൈ റോഡിൻ്റെ അണ്ടർപാസ് വഴി നമുക്ക് റൈറ്റിലോട്ട് തിരിഞ്ഞിട്ടാണ് നമുക്ക് ഈ പറയുന്ന, എനിക്ക് തോന്നുന്നു തമിഴ്നാട് ഭാഗത്തേക്ക് പോകുന്ന കണ്ടെയ്നർ ലോറികൾ റൈറ്റിലോട്ട് തിരിഞ്ഞിട്ടാണ് NH-ലെത്തുക. ഇത് ഈ ഭാഗത്തു നിന്നും, അതായത് സൈഡിലോട്ടുള്ള ബൈ റോഡാണ് നമ്മളിവിടെ കാണുന്നത്. കണ്ടോ, ഇതുവഴിയാണ് കണ്ടെയ്നർ ലോറികൾക്ക് മുന്നോട്ട് പോകേണ്ടത്. ഈ ഭാഗത്തൂടി തീർച്ചയായിട്ടും നിലവിലെ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും വളഞ്ഞു പോകാനായി തീർച്ചയായിട്ടും സാധിക്കും. അത്രത്തോളം വലിപ്പമുണ്ട് ഈ പറയുന്ന അണ്ടർപാസിന്. ഇനി ബൈ റോഡും ഇപ്പം നിലവിൽ നമ്മൾ കാണുന്ന പോലെ തന്നെ വീതിയുമുണ്ട്. തീർച്ചയായിട്ടും അത് ഈ പറയുന്ന ടാറിങ് വർക്കുകളും പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഞാൻ ഈ അണ്ടർപാസിൻ്റെ അടുത്തേക്ക് വന്നോ. ഇത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ വേണ്ടി തന്നെയാണ്. വളരെ ദൂരെ ഒന്നും വാഹനങ്ങൾ കടന്നു വരുന്ന നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ ഭാഗത്തെല്ലാം പൂർണ്ണമായിട്ടും ടാറിങ്ങിൻ്റെ വർക്കുകൾ പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടുമുണ്ട്. ഇനി നമുക്ക് ഈ പറയുന്ന അടുത്ത, അതായത് തൊട്ടപ്പുറത്തെ ഈ പറയുന്ന ബൈ റോഡിൻ്റെ അവിടെ എത്താം. ഇപ്പോൾ നമ്മൾ അണ്ടർപാസ് വഴി കടന്നു പോയതിന് ശേഷം ഇപ്പോൾ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. മുന്നോട്ട് പോകുന്നത് പലപ്പോഴായിട്ട് നമ്മൾ കണ്ടെത്തിയിട്ടുള്ളതാണ്. അതായത് ഈ പറയുന്ന കഴക്കൂട്ടം ഭാഗത്തേക്ക് നമ്മൾ തൊട്ടപ്പുറത്ത് അണ്ടർപാസ് വഴി കടന്നു പോകുന്നത് ഈ പറയുന്ന നാഗർകോവിൽ ഭാഗത്തേക്കുള്ള വണ്ടികൾ, തമിഴ്നാട് ഭാഗത്തേക്കുള്ള കണ്ടെയ്നർ പോകുന്നെങ്കിൽ ഈ പറയുന്ന അണ്ടർപാസ് പാസ് ചെയ്യാതെ അണ്ടർപാസിന് മുന്നിലൂടെ ഈ ബൈ റോഡ് വഴി നമ്മൾ നേരെ കയറി കഴിഞ്ഞാൽ നമുക്ക്
കഴക്കൂട്ടം ഭാഗത്തേക്ക് പോകാനായി സാധിക്കും. അങ്ങനെയാണെങ്കിൽ തൊട്ട് മുന്നേ അപ്പുറത്ത് കണ്ട കാരോട് ഭാഗത്തേക്ക് പോകുന്ന കണ്ടെയ്നർ ലോറിയാണെങ്കിൽ ഇതുവഴി കഴക്കൂട്ടം ഭാഗത്തേക്ക് നമുക്ക് പോകാനായി സാധിക്കും. അത് ഒരേ സമയം അണ്ടർപാസ് വഴി 2 കണ്ടെയ്നർ പോകേണ്ട ലോറികൾ പോകേണ്ട ആവശ്യം വരുന്നില്ല. മനസ്സിലാവും. ഒരൊറ്റ ലോറി, ഒരു കണ്ടെയ്നർ ലോറി മാത്രം പാസ് ചെയ്ത് പോയാൽ നിലവിൽ നമുക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നത് അങ്ങനെയാണ്. ഇനി വേറെ ഇതിൽ ട്വിസ്റ്റ് ഉണ്ടോ എന്ന് നമുക്ക് അറിയില്ല. അത് നമുക്ക് തീർച്ചയായിട്ടും മുന്നോട്ട് അതിൻ്റെ വർക്ക് കാണുമ്പോഴേ അറിയാനായി സാധിക്കുകയുള്ളൂ. ഇവിടെ ഇത് ചെറിയ മെഷർമെൻ്റ് ഒക്കെ നടക്കുന്നു. എനിക്ക് തോന്നുന്നു ഈ പറയുന്ന ബൈ റോഡിൻ്റെ വീതി കൂട്ടാൻ വേണ്ടിയാണോ എന്നറിയില്ല എനിക്ക്. ആ വർക്കുകളല്ല, അങ്ങനെ ഒരു മെഷർമെൻറ്റ് ഞാനിവിടെ കണ്ടിരുന്നു. എനിക്ക് തോന്നുന്നു ഇത് പൂർണ്ണമായിട്ടും ഈ പറയുന്ന ടാറിങ്ങിൻ്റെ വർക്കുകൾ നടക്കുന്നതിന് വേണ്ടിയായിരിക്കും മെഷർമെൻ്റ് ഒക്കെ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന NHൻ്റെ എൻട്രൻസ് ആണ് നമ്മൾ ഈ കാണുന്നത്. NH 66 എൻട്രൻസ് ആണ് നമ്മളിവിടെ കാണാൻ സാധിക്കുന്നത്. ഈ എൻട്രൻസ് വഴി പാസ് ചെയ്യുന്ന വണ്ടികൾ പോകുന്നത് കഴക്കൂട്ടം ഭാഗത്തേക്കും, തൊട്ടപ്പുറത്തെ NH വഴി പാസ് ചെയ്യുന്ന വണ്ടികൾ പോകുന്നത് കാരോട് ഭാഗത്തേക്കുമാണ്. കാരോട് വെച്ചാൽ തമിഴ്നാട് ഭാഗത്തേക്കാണ് പോകുന്നത്. അങ്ങനെ വളരെ ഈസി ആയിട്ട് ടെമ്പററി ആയാലും നമുക്ക് ഈ പറയുന്ന കണ്ടെയ്നർ ലോറികൾക്ക് NHലേക്ക് എത്താനായി ഈ പറയുന്ന ലിങ്ക് റോഡിൻ്റെ വർക്കുകൾ പൂർത്തിയായി കഴിഞ്ഞാൽ ആകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഈ വീഡിയോ ഞാൻ ഇതുവഴി പോകുന്നത്. പലപ്പോഴും ഇങ്ങനെ തന്നെയാണ് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ടെങ്കിലും പലപ്പോഴും അണ്ടർപാസ് ആരും കണ്ടിട്ടില്ലാത്തതുകൊണ്ടാണ്. കണ്ടിട്ടുണ്ട് പലപ്പോഴും, എന്നാലും ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടി പറയാൻ വേണ്ടിയാണ്. 2 ആഴ്ചത്തെ ഏതൊരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഒരു ഗ്യാപ്പ് നിലവിൽ മനസ്സിലാക്കാൻ വേണ്ടിയാണ് നിലവിൽ അതുകൂടി എക്സ്പ്ലെയിൻ ചെയ്തത്. ഇതാണ് നമ്മുടെ ലിങ്ക് റോഡും NH 66 സൈഡിലൂടെ പോകുന്ന ബൈ റോഡും അണ്ടർപാസും ഇതെല്ലാം നിങ്ങൾ കാണിച്ചത്. ഇവിടെയാണ് ക്ലോവർ ലീഫ് പെർമനൻ്റ് ആയിട്ട് വരാനായി പോകുന്നത്. പെർമനൻ്റ് ആയിട്ട് വരുന്നത് വരെ നമുക്ക് ടെമ്പററി ആയിട്ട് നമുക്ക് ഈ പറയുന്ന ഈ പറയുന്ന അണ്ടർപാസ് വഴി പാസ് ചെയ്ത് തീർച്ചയായിട്ടും പോകാം. ഈ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ NH 66 നോക്കുമ്പോൾ കാണുന്ന ഫസ്റ്റ് ബ്രിഡ്ജ്, പോർട്ടിൽ നിന്ന് വരുമ്പോൾ 2ാമത്തെ ബ്രിഡ്ജ്, ഈ ഭാഗമാണ് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്ത്. സൈഡിലുള്ള ബൈ റോഡും നമുക്ക് തീർച്ചയായിട്ടും കാണാനായി സാധിക്കും. ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞത് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ട്രിവാൻഡ്രം മുതൽ നമ്മൾ നിൽക്കുന്ന NH 66 വരെയുള്ള ലിങ്ക് റോഡിൻ്റെ ഡീറ്റെയിൽ അപ്ഡേഷനാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുമാത്രമല്ല, നമ്മുടെ പോർട്ടുമായിട്ട് റിലേറ്റ് ചെയ്ത എല്ലാ വീഡിയോയും ആദ്യമായി നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫ്രണ്ട്സ്.